അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമുക്ക് 22ാമത്തെ ഭാഗമാണ്. സീറ അൻ-നബവിയ്യയുടെ 22ാമത്തെ ഭാഗം. മുഖദ്ദിമാത്തു നുസൂലിൽ വഹ്യ്. വഹ്യ് അവതരണത്തിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ വഹീൻ്റെ അതായത് സ്വപ്നങ്ങളാണ് ആദ്യം വഹീൻ്റെ മുന്നോടിയായിക്കൊണ്ട് വന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം 40 വയസ്സ് അടുത്തപ്പോൾ അള്ളാഹു വഹീൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് യഥാർത്ഥത്തിലുള്ള സത്യങ്ങളായ സ്വപ്നങ്ങൾ കാണിച്ചു കൊടുത്തു. നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ലഭിച്ചത് സത്യമായ സ്വപ്നങ്ങളായിരുന്നു. അവിടുന്ന് കാണുന്ന ഓരോ സ്വപ്നവും പ്രഭാതത്തിലുള്ള വെളിച്ചം പോലെ, പ്രഭാത പ്രകാശം പോലെ വ്യക്തമായി യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളതാണ്. ഈ അവസ്ഥ ഏകദേശം 6 മാസത്തോളം തുടർന്നു. ഇത് വഹീൻ്റെ ഒരു മുന്നൊരുക്കമായിരുന്നു. പിന്നെ ഏകാന്തതയോടുള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകാന്തതയോട് ഇഷ്ടമായി. അള്ളാഹു അവിടുത്തെ ഹൃദയത്തിൽ അതിനോടുള്ള ഇഷ്ടം വളർത്തിക്കൊണ്ടിരുന്നു. ജനങ്ങളുടെ ശിർക്കും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നിറഞ്ഞ ആ ജീവിതത്തിൽ നിന്ന് അകന്ന് സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഹിറാ ഗുഹയിൽ ആരാധന നിമഗ്നനായി കഴിയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വർഷവും റമദാനിൽ ഹിറാ ഗുഹയിൽ ദിവസങ്ങളോളം താമസിക്കുമായിരുന്നു. കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണം കരുതി അവിടെ ഒരുക്കി കൊടുത്തതിന് ശേഷം അവിടുന്ന് പോയി അവിടെ ആരാധനയിലും ധ്യാനത്തിലുമൊക്കെ മുഴുകി. കൊണ്ടുപോയ ഭക്ഷണം തീർന്നാൽ പിന്നെ വീട്ടിലെത്തി വീണ്ടും സാധനങ്ങളെടുത്ത് ആ ഗുഹയിലേക്ക് തന്നെ അവിടുന്ന് മടങ്ങും. സൃഷ്ടികളുടെയും പ്രപഞ്ചത്തെയും കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അവശേഷിപ്പിച്ച ഏകദൈവ വിശ്വാസത്തിൻ്റെ മാർഗത്തിൽ അവിടുന്ന് ആരാധന നിർവഹിച്ചു പോന്നു. പിന്നീട് അവിടത്തേക്ക് കല്ലുകളും മരങ്ങളുമൊക്കെ സലാം പറയാറുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അതായത് വഹ്യ് ഇറങ്ങുന്നതിന് മുമ്പ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പ്രത്യേക അടയാളങ്ങൾ കാണിച്ചു തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് മക്കയിൽ ഒരു കല്ല് സലാം പറയുമായിരുന്നു, ഇന്നും ഞാനതിനെ തിരിച്ചറിയുന്നു എന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില റിപ്പോർട്ടുകളിൽ മരങ്ങളും ഇതുപോലെ സലാം പറഞ്ഞിരുന്നു എന്നാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ താങ്കൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് അവർ സലാം പറഞ്ഞതായി കാണാൻ സാധിക്കുന്നു. ഇനി ചില പ്രകാശങ്ങളും ശബ്ദവുമൊക്കെ കേട്ടിരുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നതായി കാണാൻ സാധിക്കും. ഖദീജ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനൊരു പ്രകാശം കാണുന്നു, ഒരു ശബ്ദം കേൾക്കുന്നു, എനിക്ക് ജിന്ന് ബാധിച്ചോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അവിടുത്തെ സമാശ്വസിപ്പിച്ചു. അള്ളാഹു ഒരിക്കലും താങ്കളെ അപമാനിക്കുകയില്ല, താങ്കളെ പ്രയാസപ്പെടുത്തുകയില്ല. ശേഷം അവർ ഈ സംഭവം വറഖത്ത് ബിൻ നൗഫലിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് മൂസ അലൈഹിസ്സലാമിൻ്റെ അടുത്ത് വന്ന അതേ നാമൂസ്, അതായത് ജിബ്രീലാണ് എന്ന്. അദ്ദേഹം തൻ്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ സഹായിക്കുമെന്ന് ഈ വറഖത്ത് ബിൻ നൗഫൽ പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ മുന്നൊരുക്കങ്ങളുടെയൊക്കെ ലക്ഷ്യം വഹി എന്ന മഹത്തായ ഒരു ഉത്തരവാദിത്തത്തിന് മുമ്പ് അള്ളാഹു തൻ്റെ പ്രവാചകനെ അവിടുത്തെ മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ ഒരുക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സത്യമായ സ്വപ്നങ്ങൾ ലഭിച്ചതും ഏകാന്തത ഇഷ്ടപ്പെടാൻ കാരണമായതും ഹിറാ ഗുഹയിൽ ആരാധനയിൽ ഏർപ്പെട്ടതും കല്ലുകളും മരങ്ങളുമൊക്കെ സലാം പറഞ്ഞതും പ്രകാശവും ശബ്ദവും ഒക്കെ
അടുത്തുള്ളതായി അനുഭവപ്പെട്ടതുമൊക്കെ അതിൻ്റെ അടയാളങ്ങളാണ്. ഇവയെല്ലാം നബുവത്തിൻ്റെ ആരംഭത്തിനുള്ള ദിവ്യമായ മുന്നൊരുക്കങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗത്ത് ഈ 22-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ദൗത്യങ്ങൾക്ക് മുമ്പ് അള്ളാഹു തൻ്റെ ദാസന്മാരെ പ്രത്യേകമായി തയ്യാറാക്കും എന്നുള്ളതാണ്. അതുപോലെ ഏകാന്തതയിൽ ചിന്തിക്കുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുന്നത് ആത്മീയ വളർച്ചയ്ക്ക് സഹായകമാണ് എന്നുള്ളതാണ്. സത്യസ്വപ്നങ്ങൾ നബുവത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച ഈ അടയാളങ്ങൾ അവിടുത്തെ പ്രവാചകത്തിനുള്ള മുന്നറിയിപ്പുകളും ആശ്വാസങ്ങളും ആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിന്തുണയും വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ സ്ഥിരീകരണവും വഹീൻ്റെ തുടക്കത്തിൽ പ്രധാനമായും അവരുടെ രണ്ടുപേരുടെയും സംസാരങ്ങൾ ആശ്വാസത്തിൽ പങ്കുവഹിച്ചു എന്നുള്ളത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് 23-ാമത്തെ അധ്യായമാണ് മനസ്സിലാക്കാനുള്ളത്. സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ.